ഹായ്, എല്ലാവരും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ. ഹായ് ഡിയേഴ്സ്, നമുക്കിന്ന് ഒരു പച്ചക്കറി വെക്കാം. അപ്പം അതിന് മറ്റേടുണ്ട്, പിന്നെ കുറച്ച് ചാള അഥവാ മത്തി. നമുക്കിതെങ്ങനെയാണെന്ന് വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതേമേ ക്ലീൻ ചെയ്തിട്ട് വരാം. ഓക്കെ, പറ്റയൊക്കെ അങ്ങനെ വെട്ടിയെടുത്തുകൊണ്ട് വന്ന് ഇനി നമ്മളൊരു ചട്ടി അടുപ്പത്തേക്ക് വെച്ചു. അപ്പോൾ ഈസി ആയിട്ടാണ് കേട്ടോ കറി വെക്കുന്നത്, പെട്ടെന്ന് വെക്കാം. അപ്പം എണ്ണ ഒഴിക്കുക ചട്ടിയിലേക്ക്. ഇൻഗ്രീഡിയൻ്റൊക്കെ അത് ചുമ്മാ നമ്മൾ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. എപ്പോഴും നമ്മൾ എന്ത് കറി വെച്ചാലും ഉള്ളി, മുളക് അല്ലെങ്കിൽ മഞ്ഞൾപ്പൊടിയൊക്കെ ഉണ്ടാവും. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കുക്കിങ്ങിലേക്ക് പോകാം. നിങ്ങളെ ചുമ്മാ പറഞ്ഞ് ബോറടിപ്പിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണേ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഓരോ സാധനങ്ങൾ അതിനകത്തേക്ക് ആഡ് ചെയ്യുമ്പോൾ പരിചയപ്പെടാമല്ലോ. അപ്പോൾ നമുക്ക് കുറച്ച് ഉലുവ ഇടാം കേട്ടോ. ഉലുവ ഇട്ടിട്ടെ നമ്മൾ ഉലുവയൊക്കെ പൊട്ടി തുടങ്ങി അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഉള്ളിയും കറിവേപ്പിലയും. കൊച്ചുള്ളി കുഞ്ഞായിട്ട് അരിഞ്ഞതാണ്. അപ്പോൾ അതൊന്ന് മൂത്ത് വരട്ടെ. ഉലുവയൊക്കെ മൂക്കുന്നതിൻ്റെ സമയത്തെ ഒരു ഇത്തിരി സ്വല്പം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇടണം കേട്ടോ. അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ അതും കിടന്ന് അതിൻ്റെ പച്ചമണം മാറും. ഞാനത് നിങ്ങളോട് പറയാൻ മറന്നുപോയതാണ് ഗൈസ്. അപ്പോൾ എല്ലാവർക്കും സുഖമല്ലേ? സുഖമാണെന്ന് വിശ്വസിക്കുന്നു, സുഖമായിരിക്കാൻ പ്രാർത്ഥിക്കുന്നു കേട്ടോ. എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു. ഞാൻ പെട്ടെന്ന് ചെയ്യുന്നതാണ്, കാരണം ചുമ്മാ എല്ലാവരും എപ്പോഴും ബോറടിപ്പിക്കണ്ടെന്ന് ഓർത്തിട്ട് ഈസി അറിയാനായിട്ട്. ഇതൊന്ന് പച്ചമണം പോട്ടെ. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ പോയി തുടങ്ങി. അപ്പോൾ അതിലേക്ക് നമുക്ക് കാശ്മീർ മുളക് പൊടിയും മറ്റേ സാദാ മുളകും കൂടി ചേർത്തേനെ 2 സ്പൂൺ ഇടാം. അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇടാം. പിന്നെ നമുക്ക് രുചിയും സ്വാദും എല്ലാം കൂട്ടുന്നത് നമ്മുടെ സ്വാദിൻ്റെ രാജാവ് ഉപ്പ്, കല്ലുപ്പിടാം. ഇതൊന്ന് വയറ്റി കൊടുക്കാം കേട്ടോ. എണ്ണ ഒന്ന് തെളിയട്ടെ. കണ്ടോ, എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്കെടുത്ത് വെച്ചിരിക്കുന്ന തക്കാളിയും കറി കിടന്ന പുളിയില്ലേ, കുടംപുളി, അതിട്ട് ഒന്ന് വയറ്റി കുറച്ച് വെള്ളം ഒഴിച്ച് ഈസി മുളക് കറിയാണ്, പെട്ടെന്ന് വെക്കാം എല്ലാവർക്കും. കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം. മീൻ അതിനകത്ത് കിടന്ന് വേഗണമല്ലോ. അതിലേക്ക് ഞാൻ വെട്ടിക്കഴുകി വെച്ചിരിക്കുന്ന മീൻ വറ്റ മീനാണ്, അത് നമുക്കിടാം. മീനെല്ലാം നമ്മൾ ഇതിലിങ്ങനെ മൂടിക്കിടക്കണം, എന്നാലാണ് വെന്ത് വരുമ്പോൾ ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. വെച്ച് കഴിക്കാം. അപ്പം നമ്മളിത് വേവിക്കുന്നതിന് മുമ്പ് ഉപ്പൊക്കെ കറക്റ്റാണെന്ന് നോക്കണം. ഉപ്പൊക്കെ നോക്കി കറക്റ്റാണ്, പുളി ഉപ്പൊക്കെ കറക്റ്റാണ്. ഇനി വെന്ത് വരുമ്പോൾ ഒന്നും കൂടി നോക്കാം. അപ്പോൾ ഇതൊന്ന് അടച്ചു വെച്ചാൽ നമുക്ക് കുറച്ച് നേരം വേവിക്കാം. നമ്മുടെ കറി നല്ല തിളച്ച് എല്ലാം കറിയൊക്കെ കറക്റ്റാക്കിയിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങളൊരു കറി ഈസി മുളക് കറി വെച്ച് നോക്കുക, നന്നായിരിക്കും. എല്ലാവരും ഇത് നോക്കിയിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് അറിയിക്കട്ടെ. നല്ല കളറുണ്ട്. ഇതിൻ്റെ ക്യാമറേൻ്റെ പ്രശ്നമൊന്നും തോന്നുന്നു. നമുക്കിത് ഓഫാക്കിയിടാം. കുറച്ച് മീൻ കറിയൊക്കെ ഇരുന്ന് തണുത്തതിന് ശേഷം കഴിക്കാനായിരിക്കും ടേസ്റ്റ് കൂടുന്നത്. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി ഒരു ശുഭദിനം നേരുന്നു. താങ്ക് യു.